എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട്. അവർക്കുള്ള ഒരു നല്ലൊരു സംശയത്തിന് മറുപടി, അതുപോലെ ഞാൻ ഈ പറയാൻ പോകുന്നത് എന്താണെന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഒരു സംശയമുണ്ട്. സ്വന്തമായിട്ട് നമുക്ക് എങ്ങനെ അണിഞ്ഞൊരുങ്ങി പോകാം? പെട്ടെന്ന് തന്നെ ഒരു കല്യാണം വന്നു, നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ സമയം കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയുക, റെഡി ആയിട്ട് പോകണ്ടേ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ അണിഞ്ഞൊരുങ്ങി പോകാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ നിന്ന് പറയാൻ പോകുന്നത്. എൻ്റെ പേര് ബിജി. ഇനി ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ ആദ്യം മുതൽ അവസാനം വരെ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനുള്ള മറുപടി എന്നോട് പറയുക. അതായത് നമ്മൾ നേരെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന് കണ്ണാടിയുടെ മുന്നിൽ പോയി നോക്കുക, എൻ്റെ സ്കിൻ ഓയിലി ആണോ ഡ്രൈ ആണോ എന്ന് നോക്കുക. നോക്കിയതിന് ശേഷം ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ഓയിലി സ്കിൻ ആക്കണം. അതിനുള്ള റെമഡി ആദ്യം ഞാൻ പറയാം, വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കണേ. ആദ്യം പറയാൻ പോകുന്നത്, നമ്മൾ നേരെ കിച്ചണിൽ എത്തിയല്ലോ, അവിടെ എത്തിക്കഴിഞ്ഞാൽ കടലമാവും അരിപ്പൊടി ഉണ്ടല്ലോ, അത് മനസ്സിലായി നിങ്ങൾക്ക്, റൈസ് പൗഡർ കടലമാവിൻ്റെ പൗഡറും കൂട്ടിയിട്ട് നന്നായി മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ എന്ത് വേണം? കുറച്ച് പാൽപ്പാട ഉണ്ടെങ്കിൽ പാൽപ്പാട എടുത്തോളൂ, അല്ലെങ്കിൽ പാലായാലും മതി. ആ പാൽ നന്നായി നമുക്ക് മുഖത്ത് തേക്കാൻ പാകത്തിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ മുഖത്ത് നന്നായി പുരട്ടിയിട്ട് ഒരു 20 മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഈ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡ്രൈ ആവാൻ തുടങ്ങും. ആ ഡ്രൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് കുറച്ച് വെള്ളം തൊട്ട് നന്നായി റബ്ബ് ചെയ്യണം. റബ്ബ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഉരയ്ക്കാനൊന്നും പാടില്ല, വളരെ മൈൽഡാണ് നമ്മുടെ സ്കിന്ന്. അത് വളരെ ശ്രദ്ധിച്ച് കനം കുറഞ്ഞ രീതിയിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്ത് നന്നായി തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക, ഉണങ്ങിയ തുണിയെടുത്ത് നന്നായി തുടയ്ക്കുക. ഓക്കെ, ഇതുവരെ പറഞ്ഞത് മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിനുശേഷം നല്ലൊരു മോയ്സ്ചറൈസർ നിങ്ങൾ മുഖത്ത് പുരട്ടണം. പുരട്ടിയതിന് ശേഷം നിങ്ങളിൽ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഇടാം. അല്ല, നിങ്ങൾക്ക് സൺ പ്രൊട്ടക്ഷൻ ക്രീം ഉണ്ടെങ്കിൽ അതിൽ ഫൗണ്ടേഷൻ മിക്സ് ആയിട്ട് വരുന്നുണ്ട്. അല്ല, ഒന്നും നിങ്ങളുടെ ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കൂറ പൗഡർ ഓർമ്മയുണ്ടല്ലോ, ആ കുട്ടിക്കൂറ പൗഡർ നന്നായി മുഖത്തിട്ട് ഒന്ന് കണ്ണാടിയിൽ നോക്കി നോക്കൂ. നിങ്ങളുടെ മുഖം സുന്ദരിയായിട്ടുണ്ടാവും. ഒരു പൊട്ടും വെച്ച് കണ്ണ് എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് കല്യാണത്തിന് പോകാം. ഇത് ആർക്കാണ് പറഞ്ഞത്? ഡ്രൈ സ്കിന്നുകാർക്ക് ചെയ്യേണ്ട റെമഡിയാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഓയിൽ സ്കിന്നുകാർക്ക് ആയാലും പെട്ടെന്ന് ഡ്രൈ സ്കിന്നായി മാറിയാലല്ലേ നമുക്ക് ഫൗണ്ടേഷൻ ഇട്ടാലെല്ലാം പിടിക്കുള്ളൂ. അതിന് വേണ്ട റെമഡി പറഞ്ഞു തരാം. നേരത്തെ എടുത്ത കടലമാവ് നമ്മുടെ കയ്യിലുണ്ട്, അരിപ്പൊടി നമ്മുടെ കയ്യിലുണ്ട്. അതിലേക്ക് അലോവേര ജെൽ മിക്സ് ചെയ്യുക. അലോവേര ജെൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ കുറച്ച് ഒരു 20 മിനിറ്റ് മുഖത്തിട്ടതിന് ശേഷം നന്നായി സ്ക്രബ് ചെയ്ത് കളയുക. വെള്ളം കൊണ്ട് നന്നായി മുഖം കഴുകുക, നല്ലൊരു മോയ്സ്ചറൈസർ പുരട്ടുക. ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫൗണ്ടേഷൻ ഇട്ടോളൂ, ഇല്ലെങ്കിൽ വീണ്ടും നമ്മുടെ കൂറ പൗഡർ ഉണ്ടല്ലോ, ആ പൗഡർ ഇട്ട് നന്നായി മുഖം സെറ്റ് ചെയ്ത് കല്യാണത്തിന് റെഡി ആയിട്ട് പോവാം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ യൂട്യൂബ് നോക്കിയിട്ടും നമ്മുടെ എന്താ പറയുക, ഒരാൾ കേട്ടറിഞ്ഞതാണ് അടുത്ത ആൾ ചെയ്ത് തുടങ്ങുന്നത് കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ടല്ല, അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ ചെയ്ത് നമ്മൾ ചെയ്യാൻ അനുഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞു തരാനായിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ഒരിക്കലും ഓയിൽ കണ്ടന്റ് ആയിട്ടുള്ള പ്രൈമറോ മോയ്സ്ചറൈസറോ ഇടരുത്. നമ്മൾ എന്ത് വേണം? ജെൽ ടൈപ്പിലുള്ള മോയ്സ്ചറൈസറും പ്രൈമറും ഉപയോഗിക്കണം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഒരിക്കലും ജെൽ ബേസ്ഡുള്ള പ്രൈമറും മോയ്സ്ചറൈസറോ ഉപയോഗിക്കരുത്. ക്രീം ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറോ പ്രൈമറോ നിങ്ങൾ ഉപയോഗിക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം ഒരിക്കലും രാവിലെ ഇട്ട ഫൗണ്ടേഷൻ ഇളകാതെ വൈകുന്നേരം വരെ അതേപോലെ തന്നെ ഉണ്ടാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ, നമ്മളിപ്പോൾ പ്രൈമറും മോയ്സ്ചറൈസറേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ ലിക്വിഡ് ഫൗണ്ടേഷനുകൾ തന്നെ 2-3 തരം വരുന്നുണ്ട്. ക്രീമി ഫൗണ്ടേഷൻ വരുന്നുണ്ട്, ലിക്വിഡ് ഫൗണ്ടേഷൻ വരുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ സ്കിന്നിന് കളർ മാച്ചിങ് ആണോ എന്ന് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അപ്പുറത്തെ വീട്ടിലെ രമ ഈ നല്ല ലിക്വിഡ് ഫൗണ്ടേഷൻ ഇട്ടു, അത് തന്നെ എനിക്ക് പാകാവുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ സ്കിന്നിൻ്റെ കളർ വേറെ ആയിരിക്കും, രമയുടെ സ്കിന്നിൻ്റെ കളർ വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ ടച്ച് ചെയ്ത് നോക്കുക. നമ്മുടെ കൈപ്പത്തിയുടെ സൈഡിൽ, നമ്മുടെ തം ഫിംഗറിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഇട്ട് നോക്കുമ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ കളറും കൈയുടെ കളർ ഒരുപോലെ ആയിരിക്കും. ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണോ കേൾക്കുന്നത് എന്ന് എനിക്കറിയില്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞു തരികയാണ്. നിങ്ങൾ അങ്ങനെ സ്കിന്ന് ടെസ്റ്റ് ചെയ്ത് കളർ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ആ ഫൗണ്ടേഷൻ ഉപയോഗിച്ചോളൂ. ഇനിയിപ്പോൾ അതിന് നമ്മൾ കോമ്പാക്ട് പൗഡർ ഇടുന്നൊന്നും നിർബന്ധമില്ല, നമ്മുടെ കയ്യിലുള്ള പൗഡർ തന്നെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റായി. അങ്ങനെ നമ്മൾ അതുപോലെ തന്നെ
ഈ സ്കിന്നിലേക്ക് വേണ്ട ഫൗണ്ടേഷൻ എല്ലാം തിരഞ്ഞെടുക്കുമ്പോഴും നമ്മുടെ സ്കിന്നിന് അത് സൂട്ടാണോ നോക്കണം. കാരണം ചില ഫൗണ്ടേഷനുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് അലർജി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ക്വാളിറ്റിയുള്ള ഫൗണ്ടേഷനുകളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ആൾക്കാരും മേക്കപ്പ് ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ കുറേ ഉണ്ട്. സ്വന്തമായിട്ട് യൂട്യൂബ് കണ്ടിട്ട് മേക്കപ്പ് പഠിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ ചെയ്യുന്ന വലിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഐബ്രോസ് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ഫുൾ ഫേസിലുള്ള ഹെയറിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ പുതിയ ഒരുപാട് ടെക്നിക്കുകളൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ചെയ്യുന്ന ആൾക്കാരോട് പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ ഹെയർ റേസർ അതായത് ഷേവ് ചെയ്ത് കഴിഞ്ഞ് കളഞ്ഞാൽ എല്ലാവരും പറയും ഹെയർ വരില്ല എന്ന്. വെറും മിഥ്യാധാരണയാണ്. എന്തായാലും 100% നിങ്ങളോട് ഞാൻ വീണ്ടും വീണ്ടും പറയാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മൾ റേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് എന്തായാലും ഡബിൾ ആയിട്ടാണ് ശക്തി വരിക. ഓക്കെ, അതേസമയം നമ്മൾ വാക്സിങ്ങോ ത്രെഡിങ്ങോ ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെയർ എപ്പോഴും നമ്മുടെ ബേബി ഹെയർ ആയിട്ട് തന്നെയാണ് വരുള്ളൂ. അത് റൂട്ടിൽ നിന്നാണ് കട്ടായി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് വരുന്ന സമയം ലാഗിങ് വരും. അതായത് നമ്മൾ ഇന്ന് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഡേ ആഫ്റ്റർ എന്തായാലും ഹെയർ, അല്ലെങ്കിൽ രാവിലെ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളറിയാം, നമ്മുടെ ഹസ്ബൻഡൊക്കെ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ ഷേവ് ചെയ്ത് വൈകുന്നേരം ആയി കഴിഞ്ഞു, രാവിലെ പിറ്റേ ദിവസം ജോലിക്ക് പോകുമ്പോഴേക്കും വീണ്ടും ഹെയർ വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേ പ്രൊസീജിയർ നമ്മൾക്ക് ലേഡീസിന് ഹോർമോൺ ചേഞ്ച് ഉണ്ടെങ്കിൽ പോലും അതെന്തായാലും അതുപോലെ സംഭവിക്കില്ലേ? നിങ്ങൾ അപ്പർ ലിപ്പ് വാക്സിങ് ചെയ്യുന്നതും നമ്മൾ ഷേവ് ചെയ്യുന്നതും വളരെ ശ്രദ്ധിച്ച് വേണം. നമ്മൾ ഷേവ് ചെയ്താൽ എന്തായാലും അതിൻ്റെ ഗ്രോത്ത് കൂടിയിരിക്കും. അതേസമയം നിങ്ങൾ വാക്സിൻ ചെയ്താൽ ക്രമേണ അതിൻ്റെ വാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് വളരെ കുറവായിരിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നമ്മൾ മേക്കപ്പിന് വേണ്ടിയിട്ട് അപ്പോഴത്തെ റിസൾട്ടിന് വേണ്ടി നിങ്ങൾ ഭംഗിയാവാൻ വേണ്ടി മാത്രമാണ് ഈ ഷേവ് ചെയ്ത് നമ്മൾ ഹെയർ കംപ്ലീറ്റ് ഫുള്ള് റിമൂവ് ചെയ്തിട്ട് നമ്മൾ മേക്കപ്പ് ഇട്ട സുന്ദരിയാണ്. പക്ഷേ നാളെയും കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരണ്ടേ? കല്യാണം കഴിഞ്ഞ് രാവിലെ കല്യാണത്തിന് പോയി വൈകുന്നേരം വന്ന് പിറ്റേ ദിവസം നമ്മുടെ ഹെയറിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് ഗ്രോത്ത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെയല്ലേ പ്രശ്നം. അപ്പോൾ നിങ്ങൾ ഹെയർ ഷേവ് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധയ്ക്ക് പറയുക, പരമാവധി നിങ്ങൾ വാക്സ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന വാക്സുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പാർലറുകൾ പോയി ചെയ്യാൻ പറ്റുന്ന വാക്സുകളുണ്ട്. അല്ലെങ്കിൽ ത്രെഡിങ് മെഷീൻ തന്നെ ഇപ്പോൾ നമുക്ക് ഓൺലൈനിലൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ശ്രമിച്ച് നമ്മുടെ സ്കിന്നിനെ എപ്പോഴും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഹെയറിൻ്റെ ഒരു പ്രശ്നം നോക്കി നിങ്ങൾ സെറ്റാക്കുക. പിന്നെ ഇനി ഐബ്രോസ് അതുപോലെ തന്നെ ഈ റേസർ ഉപയോഗിക്കുന്ന ഒരാൾക്കാരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു തരാം. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത്. ഇതിൽ നല്ല വശങ്ങൾ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന്. അതിന് പ്രധാനമായിട്ട് പറഞ്ഞാൽ നമ്മൾ റേസർ വെച്ച് നമ്മൾ ഐബ്രോസ് ഷേപ്പ് ചെയ്യണില്ലേ, ആ ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിൻ്റെ അവിടുത്തെ എങ്ങനെ ഗ്രോത്ത് വരണേ, കട്ടിയായിട്ട് വരും. അതേപോലെ തന്നെ നമ്മൾ അറിയാതെ എങ്ങാനും നമ്മുടെ വെയിനായിട്ട് കട്ടായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അവിടെ ഹെയർ വരില്ല. ഇങ്ങനെ വരുന്ന ഒരുപാട് കസ്റ്റമർ നമ്മുടെ പാർലറിൽ വരുന്നുണ്ട്. അതായത് അവർ വേദന പ്രശ്നം പേടിച്ചിട്ടാണ് അവർ എന്താണ് ഷേവിങ് ചെയ്യുന്നത്. പക്ഷെ ആ ഷേവിങ് ചെയ്തതിൻ്റെ ഒരുപാട് ദോഷഫലങ്ങളുണ്ട്. അവരോട് പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ നമുക്കത് ത്രെഡ് ചെയ്യാൻ വന്ന ഹെയർ ഭയങ്കര കട്ടിയായിരിക്കും, എടുക്കുന്ന വേദനയുടെ ഡബിൾ ആയിരിക്കും അവർക്ക് വേദന ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർ പരമാവധി എന്ത് ചെയ്യണം, നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് ഒരു 15 ദിവസം വരെ നമുക്ക് ഗ്യാപ്പ് കിട്ടും. അതേസമയം ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച പോലും സമയം കിട്ടില്ല. ആ ഓരോരുത്തരുടെ ശരീരത്തിലുള്ള ഹെയർ ഗ്രോത്തും പല തരത്തിലാണ് വരുന്നത്. ഹോർമോൺ ഇംബാലൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ എന്നും നമ്മൾ ത്രെഡ് ചെയ്താലും മാക്സിമം 3 ഡേ 4 ഡേ ആഫ്റ്റർ എന്തായാലും ഹെയർ വരും. അവർ ഷേവിങ് കൂടെ ചെയ്താലെന്ന് ആലോചിച്ച് നോക്കൂ, 1 ഡേ ആഫ്റ്റർ എന്തായാലും ഹെയർ വീണ്ടും ഗ്രോത്ത് ആവും. ഈ 2-3 കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം എൻ്റെ അടുത്ത് വരുന്ന കോളേജ് കുട്ടികളായാലും വീട്ടമ്മമാരായാലും ഒരുപാട് പേഴ്സണലി ഇങ്ങനെ പ്രശ്നങ്ങൾ സഹിച്ചിട്ടാണ് ഓരോ കുട്ടികൾ എൻ്റെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഞാൻ നല്ലൊരു ഹോം റെമഡിയും പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഇതുപോലെ തന്നെ നല്ലൊരു മോട്ടിവേഷൻ അവർക്ക് കൊടുക്കും. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ അവർ പറയും, ചേച്ചി പറഞ്ഞത് നന്നായിരുന്നു എന്ന് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളും ഇത് പറഞ്ഞ് കേൾക്കുമ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് നമുക്കറിയാലോ. ഇപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്. കുഞ്ഞു കുട്ടികളെ കണ്ടാൽ അറിയാം, അവർ പച്ച, നീല, മഞ്ഞ, ചുവപ്പ് കളറിലുള്ള ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നുണ്ട്. ആ ഇടുന്ന കുട്ടികളെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം കുഞ്ഞു കുട്ടികളുടെ സ്കിൻ എങ്ങനെയാണ്, ബേബി സ്കിന്നാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ക്രീം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് സ്കിന്നിലേക്ക് വലിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അത് വലിച്ചെടുക്കൽ മാത്രമല്ല, അതിന് ആഫ്റ്റർ എഫക്റ്റുകളും കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡാർക്ക് കളറായിട്ടുള്ള പച്ച, മഞ്ഞ, നീലയൊന്നും നിങ്ങൾ കുട്ടികളായാലും ഇട്ട് കൊടുക്കാതിരിക്കുക. പിന്നെ അതിൽ വരുന്ന കണ്ടന്റാണ് ബെൻസോയിക്. എത്ര ആൾക്കാർക്ക് അറിയുന്നൊന്നും അറിയില്ല. ബെൻസോയിക് ആസിഡാണ് അതിൽ വരുന്ന
കണ്ടന്റ്, അതായത് ലിപ്സ്റ്റിക്കിൽ വരുന്ന ആസിഡിൻ്റെ പേരാണ് ബെൻസോയിക് ആസിഡ് ആണ് അതിൽ വരുന്നത്. അതിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ചുണ്ടിന് കറുപ്പ് കളർ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളോട് പ്രത്യേകം പറയണം, നിങ്ങൾ ഒരു പ്രോഗ്രാമിന് പോവുകയാണെങ്കിൽ നിങ്ങൾ ന്യൂഡ് ലിപ്സ്റ്റിക് ഇടുക, അതായത് ലൈറ്റ് ഷെയ്ഡുകൾ നമ്മൾ തിരഞ്ഞെടുക്കാം. കോളേജിൽ പോകുന്ന കുട്ടികളായാലും ഓഫീസിൽ പോകുന്ന ആൾക്കാരായാലും ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ കുട്ടികളോടും വളരെയധികം ശ്രദ്ധിച്ച് പറയാം. കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ലിപ്സ്റ്റിക് ഇടാൻ കുട്ടികൾ വാശി പിടിക്കും. അപ്പോൾ വാശി പിടിക്കുകയാണെങ്കിൽ അവർക്ക് ഞാനൊരു റെമഡി പോലെ പറഞ്ഞു തരാം. നമ്മളുടെ ലിപ് ബാം ഉണ്ടല്ലോ, ലിപ് ബാം കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാസലിൻ ഉപയോഗിച്ചോളൂ. ഈ വാസലിൻ നിങ്ങൾ എന്താ പറയുക, കുട്ടികളുടെ ചുണ്ടുമ്പോൾ കുറച്ച് പുരട്ടി കൊടുത്തിട്ട് അതിന് മുകളിൽ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അവർക്കൊരു കുഴപ്പം ഉണ്ടാവില്ല. നിങ്ങളായാലും കുറച്ച് ലിപ് ബാം പുരട്ടിയതിന് ശേഷം നിങ്ങൾ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, നിങ്ങൾ എപ്പോഴും ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ലിപ്സ്റ്റിക് ഇടണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തം ഫിംഗർ ഉണ്ടല്ലോ, ഈ തം ഫിംഗറിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ സെയിം കളറായിരിക്കും. ആ സ്കിന്നിൽ നമ്മുടെ ഈ ലിപ്സ്റ്റിക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അത് കളർ എനിക്ക് സൂട്ടാണോ എന്നുള്ള കാര്യം നോക്കുക. നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ലിപ്സ്റ്റിക് ആയിട്ട് ഇടുമ്പോൾ വളരെ നല്ല ഭംഗിയുണ്ടാവും. ഇനി പാർട്ടികൾക്ക് പോവുകയാണെങ്കിൽ, പാർട്ടി പ്രോഗ്രാമിന് പോവുകയാണ്, ഒരു കല്യാണത്തിൻ്റെ പരിപാടി, വൈകുന്നേരത്തെ ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ലൈറ്റ് ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു എടുപ്പുണ്ടാവില്ല. കുറച്ച് ഡാർക്കായിട്ടുള്ള റെഡിൻ്റെ വേരിയൻ്റ് ആയിട്ടുള്ള പല കളറുകൾ വരുന്നുണ്ട്. ആ കളറുകൾ ഏതെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരത്തെ ഫംഗ്ഷന് നല്ല ഭംഗിയുണ്ടാവും. അതേസമയം ഇപ്പം മോർണിംഗിൽ പോവുകയാണെങ്കിലും റെഡ് ഇല്ല എന്നല്ല പറഞ്ഞത്, പക്ഷേ ഉതിപ്പ് കൂടുതൽ കാണിക്കും. അത് കാരണം കൊണ്ട് നിങ്ങളപ്പോൾ എന്താണ് നമ്മുടെ പ്രോഗ്രാം, അത് ഫംഗ്ഷൻ എന്താണോ അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ സ്ഥിരമായിട്ട് ലിപ്സ്റ്റിക് ഇടുമ്പോൾ എന്തുണ്ടാവുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചുണ്ട് കറുത്ത കളറാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു റെമഡി ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഉണ്ട്, എന്താണെന്നറിയാമോ, ക്യാരറ്റ്. ഈ ക്യാരറ്റ് നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് നന്നായി ചവച്ചരച്ച് കഴിക്കുക. അതോടൊപ്പം ഈ വായിലുള്ള സലൈനും ഈ ക്യാരറ്റും കൂടി നമ്മൾ സ്മാഷ് ആവില്ലേ, ഈ സ്മാഷ് ആയത് എന്തായാലും നമ്മുടെ ചുണ്ടിന് മുകളിൽ തേച്ചിട്ട് ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് 15 മിനിറ്റ് ഇരുന്നോട്ടെ. അത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിഞ്ഞാൽ നന്നായിട്ട് തമ്പ് ഫിംഗർ വെച്ചിട്ട് നന്നായി റബ്ബ് ചെയ്ത് കളയണം. റബ്ബ് ചെയ്ത് കളയുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഫസ്റ്റ് ലെയർ പീൽ ഓഫ് ആവും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ, ആ ലിപ്സ്റ്റിക് ഇട്ടിട്ട് നമ്മുടെ ചുണ്ട് കേടായിട്ടുണ്ടെങ്കിൽ ആ സ്കിന്ന് മുഴുവനും കളർ മാറി നല്ല ബേബി സ്കിന്നായിട്ട് മാറും. അതോടൊപ്പം നിങ്ങൾ വൈകുന്നേരം കിടക്കുന്ന സമയത്ത്, അതായത് നമ്മളൊരു പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് മുഖം നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ലിപ്സ്റ്റിക്കൊക്കെ കഴുകി കളഞ്ഞെങ്കിൽ അതിന് മുകളിൽ കുറച്ച് ലിപ് ബാം പുരട്ടാം. ലിപ് ബാം പുരട്ടുക, ഒന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വാസലിൻ നിങ്ങളുടെ കയ്യിലുണ്ടാവുമല്ലോ, ബട്ടറിൻ്റെ വാസലിൻ മേടിക്കാൻ കിട്ടും, അത് നിങ്ങൾ പുരട്ടി കിടക്കാം. അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ലിപ് ബാം പുരട്ടി കിടക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചുണ്ടിൻ്റെ കറുപ്പ് കളർ പാട്ട് നന്നായിട്ട് മാറ്റിയെടുക്കാം. അത് ചില കുട്ടികൾക്കൊക്കെ ഉണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചുണ്ട് കറുത്ത് വരുന്ന കുട്ടികളൊക്കെ വരുന്നുണ്ട്. അവർക്ക് നല്ലൊരു റെമഡിയാണ്. അതായത് കുട്ടികൾക്കൊന്നും നമുക്ക് വേറെ എന്താ പറയുക ക്രീമുകളോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു കെമിക്കലായിട്ടുള്ള ഇത് തേക്കുന്നേക്കാളും നല്ലൊരു റിസൾട്ടാണ് എന്താണ് ഈ ക്യാരറ്റ് സ്മാഷ് ചെയ്തിട്ട് ചുണ്ടിൻ്റെ മുകളിൽ തേച്ച് കഴിഞ്ഞാൽ നല്ല കളറും കാര്യങ്ങളും വരും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, അതിനുശേഷം നിങ്ങൾക്ക് എനിക്ക് റിപ്ലൈ തരണേ.